അവര് ആരെങ്കിലും അവരോട് ഒരു ഉപദ്രവം ചെയ്ത് സാദേ മാപ്പാക്കണേ, പുറത്തു തരണേ, എനിക്ക് മാപ്പ് തരണേ എന്ന് പറയുന്നതോടുകൂടെ അതിന്റെ മുമ്പ് തന്നെ അവർ പൊരുത്തപ്പെട്ടിരിക്കും. അവര് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. ഔലിയാക്കളുടെ സ്വഭാവമാണത്. അവരാരും കുരുത്തക്കേട് കൊടുക്കൂല. എങ്ങനെ മാപ്പ് ചെയ്യാ മാപ്പ് തന്നിരിക്കുന്നു. അല്ലാത്തവരാണ് പേടിപ്പിക്കുക. കുരുത്തക്കേട് തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ നശിച്ചു പോകും, അവൻ നാറിപ്പോകും, അവന് അങ്ങനെയായി പോകും, അവന്റെ മരണം എങ്ങനെയാവും. ശുദ്ധരായ ഔലിയാക്കന്മാർ പറയൂല. ഫേക്കുകളാണത് പറയുള്ളൂ. ഒറിജിനൽ ഔലിയാക്കന്മാരത് പറയൂല. അവർക്കത് പറയാൻ കഴിയില്ല. കാരണം എന്തെന്നറിയോ? അർഹമു ഖൽഖില്ലാഹി ബിഖൽഖിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹിന്റെ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവർ അള്ളാഹിന്റെ ഔലിയാക്കന്മാരാണ്. ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ? ഒരു മനുഷ്യനെങ്കിലും ദുഷിച്ചു പോകട്ടെ എന്നോ, ഒരു മനുഷ്യനെങ്കിലും ഹുസ്നുൽ ഖാത്തിമത്തില്ലാതെ മരിച്ചു പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആളുകളുണ്ട്. കൂളായിട്ട് പറയും. എന്തെങ്കിലും ആളുകൾ അവരെ എതിർത്ത് പറയാണ്, ഉടനെ പറയുന്ന വാക്കത അവര് കലിമ ചൊല്ലാതെയായിരിക്കും മരിക്കാൻ. ഇത് നിങ്ങൾക്ക് പറയാൻ ആരധികാരം തന്നു? ആരതിനധികാരം തന്നു? അങ്ങനെ സംഭവമില്ല. അത് അള്ളാഹുവിന്റെ മാത്രം ഹക്കായ വിഷയമാണ്. പടച്ചവന് മാത്രം ഇടപെടാൻ കഴിയുന്ന വിഷയമാണ്. ഇവരാദ്യം കൊടുക്കുക കുരുത്തക്കേടാ. അവര് കുരുത്തക്കേടിലായിരിക്കും മരിക്കുക, അവര് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക, അവന് നാശം വരും, അവന്റെ ബിസിനസ് പൊളിയും. ഇതൊന്നും അള്ളാഹുവിന്റെ യഥാർത്ഥ ഒരു വലിയ പറയൂല. എന്റെ കാരണം എന്നറിയോ? മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ഈ വാക്കിന് ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും അവർക്ക് കരുണയുണ്ടാവുക. എല്ലാ സൃഷ്ടികളോടും. ആരോടൊക്കെ? ആ മജ്‌ലിസിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണോ? തനിക്ക് ബൈഅത്ത് ചെയ്ത ആളുകൾക്ക് മാത്രമാണോ? അല്ല. ബർരിഹിം വഫാജിരിഹിം, ജനങ്ങളിലെ നല്ലവർക്കും ജനങ്ങളിലെ മോശപ്പെട്ട് നടക്കുന്ന ആളുകൾക്കും അവരുടെ കരുണയുണ്ടാകും. എങ്ങനെ? അവര് നന്നാവണേ, പടച്ചോനെ അവർക്ക് ഹിദായത്ത് കൊടുക്കണമേ, അള്ളാഹു അവരെ നന്നാക്കി കൊടുക്കണമേ എന്ന് ഈ മനുഷ്യരിലെ മുഅ്മിനീങ്ങൾക്കും ഫാജിരീങ്ങൾക്കും വരെ ദുആ ചെയ്യുന്ന വിശാല മനസ്കതയുള്ള ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടോ? അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി സുസ്സരി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ ഔലിയാഇന്റെ കൈപിടിക്കാൻ, അവരുടെ കൂടെ ജീവിക്കാൻ, അവരുടെ മുഹബ്ബത്തും അവരുടെ ഷഫഖത്തും കിട്ടി നാളെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ.